ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ ഇങ്ങനെ സോഫയിലിരുന്ന് ടി വി കാണുമ്പോഴാണ് നമ്മളെ തലയണ ഉണ്ടല്ലോ, സോഫയിൽ വെക്കുന്ന തലയണ, അത് കുറച്ച് വൃത്തികേടായിട്ട് കണ്ടു. അപ്പോൾ അതിനൊരു കവർ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് മാത്രമല്ല, ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പില്ലോൻ്റെ അളവാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. അതിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്, കുറഞ്ഞു പോകണ്ടെന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 4 ഭാഗവും ഞാൻ നോക്കിയപ്പോൾ സെയിം അളവായിട്ടാണ് എനിക്ക് കിട്ടിയത്. അത് ഞാനൊരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് എന്താക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഫസ്റ്റ് തൊട്ടിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് സ്റ്റിച്ചിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അതിനനുസരിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 ഭാഗവും കിട്ടിയ സെയിം അളവാണ്. ആ സെയിം അളവ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു തലയണക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. അല്ലാതെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ഒരാൾ സ്റ്റിച്ചിങ് അറിയാത്തവർ എങ്ങനെയാണോ സ്റ്റിച്ചിങ് കട്ട് ചെയ്യാനും അതേപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ ആ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ സാധാ മെഷീനല്ല, നമ്മളെ ബ്രദറിൻ്റെ മെഷീൻ ഉണ്ടല്ലോ, ബ്രദറിൻ്റെ മെഷീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാവണം എന്നില്ല. അപ്പം അതിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നത്. 5 തലയണയാണ് എൻ്റെ കയ്യിൽ അത് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം 5 തലയണക്ക് വേണ്ടിയിട്ടുള്ള പീസെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മെഷീൻ ഇതാണ്. അപ്പോൾ അതിൽ നൂലൊക്കെ ഞാനിതാ കോത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൂചി ഈ രീതിയിലാണ് സൂചി ഇടുക. അപ്പം ബ്രദറിൻ്റെ മെഷീനാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ മെഷീൻ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പം ഞാനിത് ഒരു ഭാഗം അടിക്കാത്ത രീതിയിൽ ബാക്കിയുള്ള 3 ഭാഗം അടിക്കുന്ന രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തത്. അതിൽ നമ്മൾ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് തലയണ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അല്ലാതെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലും നമ്മളത് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. നമുക്ക് സിബ്ബ് വെച്ചിട്ട് ചെയ്യാം. അതല്ല നമ്മളത് സാധാരണ തലയണ ഉണ്ടല്ലോ അതേപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ എനിക്കത് ഓപ്പൺ ചെയ്യണ്ട, ഫിക്സഡ് ആയിട്ട് തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിലാണ് ഞാനത് അടിച്ചെടുത്തത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് തലയണ അതിലിട്ട് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഞാനത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തപ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എല്ലാം സെയിം ഒരേ കളറാകുമ്പം നമുക്ക് കുറച്ചും കൂടെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മെഷീന് ഞാനിപ്പോൾ ഒരു 5-6 വർഷമായി എൻ്റെ കയ്യിൽ. എനിക്ക് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഡ്രസ്സും എൻ്റെ അനിയത്തിൻ്റെ ഡ്രസ്സും ഒക്കെ ഞാൻ അതിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അടിച്ച് കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം എന്താക്കാം, സോഫയിൽ വെച്ച് നോക്കാം. അതിൻ്റെ ഒരു ഭംഗി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. കുറച്ച് ക്ലോത്ത് ബാക്കിയുണ്ട്, അത് 1-2 പില്ലോയും കൂടി ഉണ്ട്. അതും കൂടെ അടിച്ച് നമുക്കതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താക്കാം, ഈ ഒരു സോഫയിലുള്ള തലയണയാണത്. അപ്പം നമുക്കത് ഓരോന്നായിട്ട് തലയണ അതിൽ വെച്ച് നോക്കാം എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. അപ്പം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ ഞാനത് ട്രൈ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭംഗി കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.